ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് ഇയറിലെ 4 ലാബുകൾ നമ്മൾ നോക്കി. ഇനി സെക്കൻഡ് ഇയറിലെ 4 ലാബുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്ന ലാബ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ. അപ്പോൾ നിങ്ങൾ ആൻസർ ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 എഴുതുക. ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ, ആ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. ലാബ് 27 ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് ആൻസേഴ്സ് ചെയ്ത് തുടങ്ങുക. ഇവിടെയും 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് ഫംഗ്ഷൻ ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് ഇൻക്രീസിങ് ആവുന്നത് ഡിക്രീസിങ് ആവുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പ്രീവിയസ് പാറ്റേൺ ആയിരുന്നു, ഇപ്പം സോഫ്റ്റ്വെയർ ആണ്. നേരത്തെ ഇതുപോലെ ഹാർഡ് കോപ്പി തരുമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അപ്പം 3 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ആൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ആൾക്ക് തേർഡ് ക്വസ്റ്റ്യൻ, അങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏതിലാണോ ടിക്ക് മാർക്ക് ഉള്ളത് അത് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ ടിക്ക് മാർക്ക് ഉള്ളത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 ഫംഗ്ഷൻസും ചെയ്ത് നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻപുട്ടിൻ്റെ അകത്ത് എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1 എന്ന് കൊടുക്കും. എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1 എൻ്റർ ചെയ്യുമ്പം നമുക്കിവിടെ ഫംഗ്ഷൻ കിട്ടും. ഇനി ഈ ഫംഗ്ഷൻ ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ആവുന്നത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മളിവിടെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് 2 ടേൺസ് ആണുള്ളത്. ഇതൊരു ടേണ്, ഇതൊരു ടേണ്. ആ ടേൺസ് വന്നിരിക്കുന്നത് എക്സ് ആക്സിസിൽ ഏത് പോയിൻറ്റ്സിലാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ടേൺ വന്നിരിക്കുന്നത് -1-ലാണ്, സെക്കൻഡ് ടേൺ വന്നിരിക്കുന്നത് 1-ലാണ്. അപ്പോൾ ഈ -1 വെച്ച് നമ്മുടെ എക്സ് ആക്സിസിനെ നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 ഇൻ്റർവെൽസ് കിട്ടും. ഒന്ന് -∞ to -1, പിന്നെ -1 to 1, 1 to ∞. ഇങ്ങനെ 3 ഇൻ്റർവെൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി -∞ മുതൽ -1 വരെ എപ്പോഴും നമ്മൾ ഫംഗ്ഷൻ്റെ നേച്ചർ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നാണ്. ഇപ്പം -3യുടെ ഇമേജ് വരുന്നത് സംതിങ് ഇവിടെ താഴെയാണ്. അപ്പം ഇവിടെ വരും. -2 ആകുമ്പോൾ അതിൻ്റെ ഇമേജ് ഇങ്ങോട്ടേക്ക് വരും. ഈ പോയിന്റിൽ ഇമേജ് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് പോകുന്നത്. -1 ആകുമ്പോൾ ഇമേജ് ഇവിടെ വരും. അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ നമ്മൾ പേന എടുക്കാതെ ഇങ്ങനെ വരച്ച് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഇങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ -∞ മുതൽ -1 വരെ എക്സ് ആക്സിസിൽ -1 വരെ ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഇനി -1 മുതൽ 1 വരെ നമ്മൾ പേന എടുക്കാതെ ഇങ്ങനെ മാറ്റുവാണെങ്കിൽ ആ ഫംഗ്ഷൻ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം -1 മുതൽ 1 വരെ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. പിന്നെ 1 മുതൽ +∞ വരെ ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ പിന്നെയും ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. അപ്പം -∞ to -1 ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, -1 to 1 ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്, 1 to ∞ ഫംഗ്ഷൻ ഈസ് അഗെയിൻ ഇൻക്രീസിങ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് ആൻസർ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഇൻക്രീസിങ് ഇൻ -∞ -1 ഇൻ്റർവെൽസ് ഓപ്പൺ ഇൻ്റർവെൽസ് ആണ് വരുന്നത്. -∞ മുതൽ -1 വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. പിന്നെ 1 to ∞ ഇൻക്രീസിങ് ആയിരുന്നു. ഇടയ്ക്ക് ഉള്ള ആ ഇൻ്റർവെല്ലിൽ -1 ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ക്യൂബ് മൈനസ് 3x² മൈനസ് 1. എക്സ് ക്യൂബ് മൈനസ് 3x² മൈനസ് 1.
എൻ്റർ കൊടുത്തു. ഇവിടെ ഓൾറെഡി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിടക്കുന്നത് കൊണ്ടാണ് ഇത് ജി ഓഫ് എക്സ് എന്ന് വന്നേക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, എല്ലാം എഫ് ഓഫ് എക്സ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നാണ്. അപ്പം ഫസ്റ്റ് നമ്മളിത് ടൈപ്പ് ചെയ്യുമ്പോൾ അത് എഫ് ഓഫ് എക്സ് എന്ന് വന്നോളും. ഇനി നിങ്ങൾ ഫ്രഷ് പേജ് എടുത്താണ് ഇത് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സ് എന്ന് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ജി ഓഫ് എക്സ് എന്ന് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും പ്രശ്നമില്ല, ഈ എഫ് ഓഫ് എക്സ് നമുക്കൊന്ന് ഹൈഡ് ചെയ്തേക്കാം. നമുക്കിനി ഇതിൻ്റെ നേച്ചറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. ഈ ഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എവിടേക്കാണ് ടേൺസ് വരുന്നത്. ടേൺ ഇവിടെയും ഇവിടെയുമാണ് ടേൺ വരുന്നത്. ഈ ടേൺസിൽ എക്സ് ആക്സിസിൽ പോയിൻറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ടേണിൽ എക്സ് ആക്സിസിൽ 0യും ഈ ടേണിൽ എക്സ് ആക്സിസിൽ 2ഉമാണ്. അപ്പം ഈ 0യും 2ഉം നമ്മുടെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് 3 ഇൻ്റർവെൽസ് ആക്കുന്നു. അപ്പോൾ -∞ മുതൽ 0 വരെ നമ്മൾ ഇവിടെ പേന എടുക്കാതെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്ന് മനസ്സിലാവും. ഇനി 0 to 2 വരെ, 0 മുതൽ 2 വരെ അടുത്ത ടേൺ വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. പിന്നെ 2ൽ നിന്ന് മുകളിലേക്ക് പോകുമ്പം ഫംഗ്ഷൻ പിന്നെ കൂടി വരുവാണ്. ഈ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കൂടി റൈറ്റ് സൈഡിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ ദ ഇൻ്റർവെൽ -∞ ഓപ്പൺ 0, ഡിക്രീസിങ് ഇൻ ഓപ്പൺ 0 ഓപ്പൺ 2, പിന്നെയും ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ടു ഇൻഫിനിറ്റി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇൻക്രീസിങ് ഇൻ -∞ 0 ആൻഡ് ടു ഇൻഫിനിറ്റി ആൻഡ് ഡിക്രീസിങ് ഇൻ 0 2. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x² - 1. എക്സ് ക്യൂബ് പ്ലസ് 3x² -1. മൂന്നാമത്തെ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇവിടെ ടേൺസ് വരുന്നത് -2ലും 0യിലുമാണ്. ടേൺ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആക്സിസിലെ പോയിൻ്റാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ടേൺ വരുന്നത് -2ലും ഈ രണ്ടാമത്തെ ടേൺ വരുന്നത് 0യിലുമാണ്. അപ്പം -∞ മുതൽ -2 വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്, -2 മുതൽ 0 വരെ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്, പിന്നെയും 0 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇൻക്രീസിങ് ഇൻ -∞, -2 ആൻഡ് 0 ഇൻഫിനിറ്റി ആൻഡ് ഡിക്രീസിങ് ഇൻ -2 0 എല്ലാം ഓപ്പൺ ഇൻ്റർവെൽസ് ആണ് വരുന്നത്. ഇനിയും രണ്ടാമത്തെ ചോദ്യം, ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ അപ്ലെറ്റ്. ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുത്ത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ x² - 6x + 1. അതിനായിട്ട് നമ്മളിവിടെ പുതിയൊരു ജിയോജിബ്ര വിൻഡോ എടുക്കുകയാണ്. x² - 6x + 1. നമുക്ക് ഫംഗ്ഷൻ കിട്ടി. സ്റ്റാൻഡേർഡ് വ്യൂവിലേക്ക് ആക്കാനായിട്ട് Ctrl+M ക്ലിക്ക് ചെയ്താൽ മതി. ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. ഇവിടെ മാക്സിമം മിനിമം എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇൻക്രിമെൻറ്റിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എയ്ക്ക് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. സെക്കൻഡ് ലാസ്റ്റ് ടൂളിൽ സ്ലൈഡർ കിടപ്പുണ്ട്. സ്ലൈഡർ സെലക്ട് ചെയ്യുക.
സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ബോക്സ് വരും. എയ്ക്കാണ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഡീഫോൾട്ടായിട്ട് എന്ന് തന്നെ ഉണ്ട്. ഒന്നും ചെയ്യേണ്ട, മിനിമം മാക്സിമം ഒന്നും ചെയ്യേണ്ട. ഇൻക്രിമെൻറ്റ് 0.1 എന്ന് കൊടുക്കുക. 0.1. ഓക്കെ, ഈ ടൂൾ ഡീആക്ടിവേറ്റ് ചെയ്ത് ഇട്ടേക്കുക. Next, plot the point A is equal to A comma f of A. Capital A is equal to A comma f of A. അപ്പോൾ താഴെ ഇൻപുട്ടിൻ്റെ അകത്ത് ക്യാപിറ്റൽ A is equal to ബ്രാക്കറ്റിൽ A കോമ എഫ് ബ്രാക്കറ്റിൽ A അത് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ A എന്ന് പറയുന്നൊരു പോയിൻ്റ് വരും. Draw the tangent to the curve at A and find its slope. ഈ കർവിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുക, എന്നിട്ട് അവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇവിടെ ലൈൻസിൻ്റെ അകത്ത് ടാൻജൻ്റ് എന്ന് പറയുന്നത് ഒരു ലൈനാണല്ലോ. അപ്പോൾ ലൈൻസിൻ്റെ അകത്ത് ടാൻജൻസ് കിടപ്പുണ്ട്. ടാൻജൻസ് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കേഴ്സർ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ ബ്ലൂ ബോക്സിൽ വരും. സെലക്ട് പോയിൻ്റ് ഓർ ലൈൻ, ദെൻ സർക്കിൾ, കോണിക് ഓർ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എവിടെയാണോ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് ആ പോയിൻ്റ് അല്ലെങ്കിൽ ലൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ കോണിക്ക് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് എയിലാണ് വേണ്ടത്. എ എന്ന് പറയുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോണിക്ക് വരുന്നത് ഈ കർവാണ്. കർവിൽ ക്ലിക്ക് ചെയ്യുക. ടാൻജൻറ്റ് കിട്ടി. ഈ ടൂൾ ഡീആക്ടിവേറ്റ് ചെയ്തേക്കുക. എന്നിട്ട് ഇവിടുത്തെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ ആംഗിൾ ടൂളിൻ്റെ അകത്ത് സ്ലോപ്പ് കിടപ്പുണ്ട്. സ്ലോപ്പ് സെലക്ട് ചെയ്യുക. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കേഴ്സർ വെക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ സെലക്ട് ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ സെലക്ട് ചെയ്യുക. ലൈൻ സെലക്ട് ചെയ്യുമ്പം നമുക്ക് m is equal to -4. നമ്മൾ സ്ലോപ്പിന് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ് സ്മോൾ ലെറ്റർ m. m is equal to -4 എന്ന് വരും. അതായത് ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് -4 ആണ്. Find the intervals in which slope of the tangent is positive or negative. ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് സ്ലോപ്പ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഈ സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ അങ്ങ് മുകളിൽ എല്ലാം നെഗറ്റീവാണ്. -8.6, -8.4. എമ്മിൻ്റെ വാല്യൂ മാറുന്നുണ്ട്. -8.2, -7.6 ഇങ്ങനെ മാറി ഇതെല്ലാം നെഗറ്റീവാണ്. ഇവിടെ ടേൺ ആകുമ്പോഴേക്കും സ്ലോപ്പ് 0 ആകും. അപ്പോൾ ടേൺസിൽ സ്ലോപ്പ് 0 ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി സ്ലൈഡർ നമ്മൾ കുറച്ചുകൂടെ മൂവ് ചെയ്യുമ്പം കണ്ടോ സ്ലോപ്പ് പോസിറ്റീവായി. നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഫങ്ഷൻ ഇവിടെ ഡിക്രീസിങ് ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പോയിൻ്റ് ഒരു പേന വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഫങ്ഷൻ ഇങ്ങനെ കുറഞ്ഞാണ് പോകുന്നത്. ടേൺ ആയപ്പം സ്ലോപ്പ് 0 ആയി. പിന്നെ ഫങ്ഷൻ ഇൻക്രീസിങ് ആയപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആയി. ഇനി ടേണിലാണ് ഇൻ്റർവെൽ ആയിട്ട് എക്സ് ആക്സിസ് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ ടേൺ വന്നിരിക്കുന്നത് 3 എന്ന് പറയുന്ന പോയിന്റിലാണ്. -∞ മുതൽ 3 വരെ ഫങ്ഷൻ ഈസ് ഡിക്രീസിങ്, അവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരുന്നു. 3 to ∞ ഫങ്ഷൻ ഈസ് ഇൻക്രീസിങ്, അവിടെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് സ്ലോപ്പ് നെഗറ്റീവ് പോസിറ്റീവ് ആവുന്ന ഇൻ്റർവെൽസേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് എഴുതുന്നത്? -∞ to ഓപ്പൺ ഇൻ്റർവെൽ 3 സ്ലോപ്പ് ഈസ് നെഗറ്റീവ് ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ 3 to ∞ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ലോപ്പ് ഈസ് നെഗറ്റീവ് ഇൻ slope is negative in -∞ 3 and slope is positive in 3 ∞. ഇനി രണ്ടാമത്തെ ചോദ്യം,
edit the function f of x to x cube plus 3x square plus 4x plus 2. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി നമ്മുടെ ഓൾജിബ്രാക് വ്യൂവിൽ കിടപ്പുണ്ട്. ആ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് ഈ ഫംഗ്ഷനിലേക്ക് മാറ്റുക. എഡിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ഓൺ ദ ഗ്രാഫ് ആൻഡ് എഡിറ്റ്. ഗ്രാഫിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ചെയ്യുക. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2. ഇവിടെ ഫംഗ്ഷനിൽ എഡിറ്റ് ചെയ്താലും മതി. ഫംഗ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബാക്ക് സ്പേസ് അടിക്കുക. ഫുൾ ബ്ലൂവിൽ ഓൾറെഡി കിടക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സ്പേസ് അടിച്ചത് മൊത്തം പോകും. അപ്പോൾ കേഴ്സർ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ബ്ലൂ ഷെയ്ഡ് മാറ്റി കഴിഞ്ഞിട്ട് ബാക്ക് സ്പേസ് അടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോകാതെ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഇവിടെ കിട്ടും. What is the peculiarity of the slope of the tangent? What does it infer? ഇവിടെ ഫംഗ്ഷൻ മാറി, അപ്പോൾ ടാൻജൻ്റെ സ്ലോപ്പ് മാറിയിട്ടുണ്ട്. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് വിസിബിൾ ആകും. അപ്പോൾ നമ്മളെപ്പോഴും ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്കാണ് ആ മൂവ്മെൻറ്റ് സ്ലോപ്പിൻ്റെ ചേഞ്ചൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഇടത്തെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കയറി ഫംഗ്ഷൻ മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം അത് ഇൻക്രീസിങ് ആണ്. പക്ഷെ ഇവിടെ സ്ലോപ്പ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡർ നമ്മൾ മൂവ് ചെയ്യുമ്പം താഴേന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം എമ്മിൻ്റെ വാല്യൂ, എമ്മിൻ്റെ സൈൻ എപ്പോഴും പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്ലസ് 13 ആണ്. പിന്നെ ഇത് 9.67 ആയി. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്, എല്ലായിടത്തും സ്ലോപ്പ് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. വാട്ട് ഡസ് ഇറ്റ് ഇൻഫർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അത് ഇൻഫർ ചെയ്യുന്നത്? ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാം. സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ദ ഫംഗ്ഷൻ ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. അടുത്തൊരു ഫംഗ്ഷനോട് നമുക്ക് നോക്കാം. Do the following instructions and create an applet. Draw the graph of the function f of x given below. x square plus 2x plus 3. പുതിയ പേജ് എടുത്തു. x square plus 2x plus 3. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്രിയേറ്റ് സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. നേരത്തേതുപോലെ തന്നെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. സ്ലൈഡർ ടൂൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ. Plot the point A is equal to A comma f of A. Capital A is equal to bracket A comma f of A. Draw the tangent to the curve at A and find its slope. ആദ്യം നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുന്നു എയിൽ, എന്നിട്ട് സ്ലോപ്പ് വരയ്ക്കുന്നു. ഇവിടെ ലൈൻ ടൂൾ, സ്പെഷ്യൽ ലൈൻ ടൂളിൽ ടാൻജൻസ് കിടപ്പുണ്ട്. സെലക്ട് ചെയ്യുക, പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, കർവിൽ ക്ലിക്ക് ചെയ്യുക, ടാൻജൻറ്റ് കിട്ടി. ഇനി ഇവിടെ ആംഗിൾ ടൂളിൻ്റെ അകത്ത് സ്ലോപ്പ് കിടപ്പുണ്ട്. സ്ലോപ്പ് സെലക്ട് ചെയ്യുക, ലൈൻ സെലക്ട് ചെയ്യുക.
സ്ലോപ്പും ആയി. ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് സ്ലോപ്പ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്നത് എന്നറിയാൻ ഈ സ്ലൈഡർ മൂവ് ചെയ്താൽ മതിയാകും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഗ്രാഫ് നോക്കുമ്പം ഇവിടെ സ്ലോപ്പ് നെഗറ്റീവാണ്. മൂവ് ചെയ്യുമ്പോൾ സ്ലോപ്പ് -3.4. ഇവിടെ നോക്കിയാൽ മതി എമ്മിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി നെഗറ്റീവാണ്. ഇതിങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാം നെഗറ്റീവാണ്. ഇവിടെ ആയപ്പം ടേണിൽ സ്ലോപ്പ് 0 ആയി. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സ്ലോപ്പ് എമ്മിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എമ്മിൻ്റെ സൈന് പോസിറ്റീവായി. അതായത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആകുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ്, ടേണിൽ സ്ലോപ്പ് 0, ഇൻക്രീസിങ് ആകുമ്പോൾ സ്ലോപ്പ് പോസിറ്റീവ്. അപ്പം ടേൺ എന്ന് പറയുന്നത് -1 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ -∞ to -1 സ്ലോപ്പ് ഈസ് നെഗറ്റീവ്, -1 to ∞ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്ലോപ്പ് ഈസ് പോസിറ്റീവ് ഇൻ -1 ഇൻഫിനിറ്റി ആൻഡ് സ്ലോപ്പ് ഈസ് നെഗറ്റീവ് ഇൻ -∞ -1. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എഡിറ്റ് ദ ഫംഗ്ഷൻ f(x) to x³ + 3x² + 4x + 2. അപ്പം ഇവിടെ എഡിറ്റിംഗ് നടത്തുമ്പോൾ നമ്മളിവിടെ കണ്ട ആ കേസ് തന്നെയാണ് വരുന്നത്. ഫംഗ്ഷൻ മാറി ഇങ്ങനെയായി. ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, എന്നാലും ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. x³ + 3x² + 4x + 2 എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ബ്ലൂ കളർ ഉണ്ടെങ്കിൽ തൽക്കാലം ബാക്ക് സ്പേസ് അടിക്കരുത്. ഇവിടെ കേഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബ്ലൂ കളർ കളഞ്ഞിട്ട് വേണം ബാക്ക് സ്പേസ് അടിക്കാനായിട്ട്. x³ + 3x² + 4x + 2. നേരത്തെ കണ്ട സെയിം ഫംഗ്ഷനാണ് വരുന്നത്. അപ്പം ഇത് സ്ലൈഡ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം എമ്മിൻ്റെ വാല്യൂ ഈസ് ഓൾവേസ് പോസിറ്റീവ്, സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇത് ഇൻഫർ ചെയ്യുന്നത് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) ഗിവൺ ബിലോ. ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് വൺ ചെയ്ത് നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. 2x³ - 6x²- അതിനായിട്ട് നമ്മളിവിടെ പുതിയൊരു പേജ് എടുക്കുകയാണ്. മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴേ സേവ് ആസ് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ ഫോൾഡറിന് പേര് കൊടുത്ത് സേവ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും കഴിയുമ്പോൾ അത് സേവ് ചെയ്ത് പോവുക. കൂടാതെ നിങ്ങൾക്കിത് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ പുതിയ പേജ് എടുത്ത് ഇത് ക്ലോസ് ചെയ്യാതെ ഇട്ടാലും മതി. ഞാനിവിടെ പുതിയ വിൻഡോ എടുക്കുകയാണ്. പുതിയ വിൻഡോ എടുത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ 2x³ - 6x² - 13x. ഇവിടെ എഫ് കൊടുക്കാത്തതിൻ്റെ കാര്യം, നമ്മൾ ഫങ്ഷൻസ് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം f(x)ലാണ് സ്റ്റാർട്ട് ചെയ്യാറ്, പിന്നെ g(x), h(x) ആ ഓർഡറിലാണ് പോവാറ്. അപ്പം f(x)ലാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ മാത്രം കൊടുത്താൽ മതിയാകും. ഇനി f(x) = എന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല. അപ്പം നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് f' ആൻഡ് ഹെൻസ് ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് f(x) ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഇവിടെ നമുക്കൊരു തിയറി ആവശ്യമാണ്. ഫംഗ്ഷൻ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നതിനെ ഡെറിവേറ്റീവുമായിട്ട് കണക്ട് ചെയ്യാം. സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. അപ്പം സ്ലോപ്പ് പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും സ്ലോപ്പ് നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഡെറിവേറ്റീവിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്, ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ
ഡിക്രീസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സ്ലോപ്പ് 0 ആവുന്നത് എവിടെയാണ്? ടേണിംഗ് പോയിൻറ്റ്സിൽ. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആവുന്നത് ടേണിംഗ് പോയിൻറ്റ്സിലാണ്. അതായത് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് ടേണിംഗ് പോയിൻറ്റ്സ് ആണ്. ടേണിംഗ് പോയിൻറ്റ്സിൽ എക്സ് ആക്സിസിനെ നമുക്ക് ഇൻ്റർവെൽസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫംഗ്ഷൻ്റെ നേച്ചർ നമുക്ക് എഫ് ഡാഷ് നോക്കി പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് വരയ്ക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് വരയ്ക്കാനായിട്ട് ഇവിടെ താഴെ ഡെറിവേറ്റീവ് എന്ന് കൊടുക്കുക. ഡെറിവേറ്റീവ് ഫംഗ്ഷൻ വരും. ഇവിടെ ഫംഗ്ഷൻ്റെ പേര് എഫ് എന്നാണ്. എൻ്റർ കൊടുക്കുമ്പം റെഡ് കളറിൽ. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 2x³ ഡെറിവേറ്റീവ് 6x² മൈനസ് 12x മൈനസ് 13 ആണ്. ഈ ചുമല കളറിൽ വന്നിരിക്കുന്നതാണ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ. ഇനി നമ്മൾ പറഞ്ഞു ടേൺസിൽ ഇവിടെ ഇപ്പം ഒരു ടേൺ ഉണ്ട്, പച്ചയുടെ ഇവിടെ ഒരു ടേൺ ഉണ്ട്. താഴേക്ക് വരുമ്പോഴും ഗ്രീനിൽ മറ്റൊരു ടേൺ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടേൺസിൽ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞു ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്ലോപ്പ് തന്നെയാണ്. അപ്പോൾ ടേൺസിലാണ് ഡെറിവേറ്റീവ് 0 ആവുന്നത്. ഇനിയും ഒരു ഫംഗ്ഷൻ 0 ആവുക എന്ന് പറയുമ്പം ഇതൊരു ഫംഗ്ഷനാണ്, ഇത് മറ്റൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻസ് 0 ആവുക എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ എവിടെയാണോ കട്ട് ചെയ്യുന്നത് അവിടെയാണ് ഫംഗ്ഷൻ 0 ആവുക എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ പോയിൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോയിൻ്റ് നമുക്ക് നോക്കാം. അതിന് എക്സ് ആക്സിസിൻ്റെയും ഈ റെഡ് കളറിലെ ഫംഗ്ഷൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ മതി. ഇവിടെ പോയിൻ്റ് 2ൽ ഇൻ്റർസെക്റ്റ് എടുക്കുക, എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്യുക, റെഡ് കളറിലെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. ഈ 2 പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 2 പോയിൻറ്റ്സിലാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ആവുന്നത്. ഒരു ഫംഗ്ഷൻ 0 ആവുന്നത് ഏത് പോയിൻറ്റിലാണോ ആ ഫംഗ്ഷൻ കട്ട് ചെയ്യുന്നത് ആ പോയിൻറ്റിലാണ് ഫംഗ്ഷൻ 0 ആവുന്നത്. എക്സ് ആക്സിസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ്, ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ബിയുടെ എക്സ് കോർഡിനേറ്റും അവിടെയാണ് ഫംഗ്ഷൻ 0 ആവുന്നത്. ഇനിയും ഈ ടേൺസ് വന്നിരിക്കുന്നത് ആ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിലാണ്. ഈ താഴത്തെ ടേണും നമ്മൾ നോക്കുകയാണെങ്കിൽ വന്നിരിക്കുന്നത് ഈ കട്ട് ചെയ്യുന്ന പോയിൻറ്റിലാണ്. അപ്പോൾ ഈ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. അതുപോലെ ബിയിലും ക്ലിക്ക് ചെയ്യുക, ഇവിടെ നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. വന്നില്ല. ബിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കുക. ഇനി ഇവിടെ നോക്കുമ്പോൾ -0.78 2.78 ഈ 2 പോയിൻറ്റ്സ് നമ്മൾ എക്സ് ആക്സിസിനെയാണ് നോക്കുന്നത്. എക്സ് ആക്സിസിൽ റെഡ് കളറിലെ ഗ്രാഫ് കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ -1ൻ്റെ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു -0.78 ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ 3ക്ക് മുൻപേ ആണ് 2.78 കിടക്കുന്നത്. അപ്പോൾ ഈ -0.78 2.78 എന്ന് പറയുന്ന ഈ 2 എക്സ് ആക്സിസിലെ പോയിൻറ്റ്സിലാണ് എഫ് ഡാഷ് 0 ആവുന്നത്. അവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഗ്രീൻ ഫംഗ്ഷന് ടേൺസ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ടേൺസ് ഉള്ളിടത്താണല്ലോ ഫംഗ്ഷൻ്റെ നേച്ചർ മാറുന്നത്. അപ്പം ഈ പോയിൻറ്റിലും എക്സ് ആക്സിസിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും 3 ഇൻ്റർവെൽസ് ആയിട്ട്. -∞ മുതൽ -0.78 വരെ ഒരു ഇൻ്റർവെലാണ്. ഈ -0.78 മുതൽ 2.78 വരെ മറ്റൊരു ഇൻ്റർവെല്, 2.78 മുതൽ ഇൻഫിനിറ്റി വരെ മൂന്നാമതൊരു ഇൻ്റർവെല്. ഇനിയും എഫ് ഡാഷിൻ്റെ ഉപയോഗം നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഗ്രാഫ് നമുക്കങ്ങ് ഹൈഡ് ചെയ്തേക്കാം. ഹൈഡ് ചെയ്തു. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പം ഇൻക്രീസിങ് ആണ്. എവിടെ തൊട്ട് എവിടെ വരെ? -∞ മുതൽ
-0.78 വരെ. -0.78 മുതൽ 2.78 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കുറഞ്ഞ് ആ ടേൺ വരെ പോവുകയാണ്. ഇനി 2.78 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇൻ്റർവെൽസ് കണ്ടുപിടിക്കുന്നത്. ആദ്യം f(x) ഇൻപുട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് താഴെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ കൊടുത്ത് f' കണ്ടുപിടിക്കും. f' എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് f'(x)ൻ്റെ ലൈനും എക്സ് ആക്സിസും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ആ 2 പോയിൻറ്റ്സ് കിട്ടും. അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് നോക്കുക. അവിടെയാണ് എക്സ് ആക്സിസിലെ ഇൻ്റർവെൽസ് കട്ടാവുന്നത്. ഇനി f'(x) ഹൈഡ് ചെയ്താലും കുഴപ്പമില്ല, ഹൈഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഇൻ്റർവെൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ പോയിൻറ്റ്സിലാണ് 0.78ലും 2.78ലുമാണ് ടേൺസ് വരുന്നത്. ആ ഇൻ്റർവെൽസിലാണ് ഫംഗ്ഷൻ്റെ നേച്ചർ മാറുന്നത്. ഗ്രാഫ് നോക്കി ഇൻക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ ഏത്, ഡിക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ ഏതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് increasing in -infinity -0.78 and 2.78 infinity and decreasing in -0.78 2.78. മറ്റു 2 ക്വസ്റ്റ്യൻസും സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതായിരുന്നു നമ്മുടെ 5ാമത്തെ ലാബ്. നെക്സ്റ്റ് ലാബ് ഈസ് maxima and minima. Draw the graph of the function f(x) given below. തന്നിരിക്കുന്ന ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ 8x³ - 12x² + 7. ഇവിടെ താഴെ ഇൻപുട്ടിൻ്റെ അകത്ത് 8x³ - 12x² + 7 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ വരും. Observe the graph and find the points of local maxima or local minima. Also find local maximum and local minimum values. ഇവിടെ നമ്മൾ ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ കണ്ടുപിടിക്കാം, ലോക്കൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. ഈ ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ മിനിമ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ വരുന്ന ആൾക്കാരാണ്. ഈ വാല്യൂസ് എന്ന് പറയുമ്പോൾ വരുന്നത് ഇമേജസ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ വരുന്ന ആൾക്കാരാണ്. ഈ മാക്സിമ അല്ലെങ്കിൽ മിനിമം ആവുന്ന ആൾക്കാരുടെ ഫംഗ്ഷനിലുള്ള ഇമേജസ് ആണ് കറസ്പോണ്ടിങ് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂസ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കാം. ഈ ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ എപ്പോഴും വരുന്നത് ഫംഗ്ഷൻ്റെ ടേണിംഗ് പോയിൻറ്റ്സിൽ ആയിരിക്കും. ഇനി ഈ ടേണിംഗ് പോയിൻറ്റ്സിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പോയിൻ്റ് ടൂളിൽ നിന്ന് പോയിൻ്റ് എടുക്കുക, ഇവിടെ പോയിൻ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ അടുത്ത പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഇനിയും നമ്മൾ ഈ 2 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ പെർമനൻ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, ഇവിടെ നെയിം ആൻഡ് വാല്യൂ, ഇവിടെ കോർഡിനേറ്റ്സ് വന്നു. ബിയുടെ കിട്ടാനായിട്ട് വീണ്ടും ബി സെലക്ട് ചെയ്യുക, നെയിം ആൻഡ് വാല്യൂ എടുക്കുക, അപ്പോൾ ബിയുടെയും കോർഡിനേറ്റ്സ് ആയി. ഇനി ഫംഗ്ഷൻ ടേൺസ് എടുക്കുന്നിടത്താണ് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം അറ്റൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ ഈ ടേൺ നോക്കുകയാണെങ്കിൽ ഇത് ഒരു മൗണ്ടൻ പോലത്തെ ടേണാണ്, ഇതൊരു കുഴിവ് പോലെയാണ് അല്ലേ, ഇതൊരു
ഹമ്പും ഇതൊരു കുഴിയുമാണ്. അപ്പോൾ ഹമ്പുള്ളിടത്താണ് ഫംഗ്ഷൻ ലോക്കൽ മാക്സിമ അറ്റൈൻ ചെയ്യുന്നത്, കുഴിവുള്ളിടത്താണ് ലോക്കൽ മിനിമ അറ്റൈൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഹമ്പുള്ളത് എക്സ് ആക്സിസിൽ 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ 0യിലാണ് ലോക്കൽ മാക്സിമ. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ y കോർഡിനേറ്റ്. അതായത് 0 എന്ന് പറയുന്ന വാല്യൂ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് 7. അപ്പം ഹമ്പ് വരുന്നത് എക്സ് ആക്സിസിൽ 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. അവിടെയാണ് ലോക്കൽ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത്. അത് ഫംഗ്ഷനിൽ തരുന്ന വാല്യൂ ആണ് അതിൻ്റെ ഇമേജ്. അതാണ് ലോക്കൽ മാക്സിമം വാല്യൂ. ഇനിയും ഈ കുഴിവ് വരുന്നതാണ് ലോക്കൽ മിനിമ. ലോക്കൽ മിനിമ തരുന്ന പോയിന്റ് 1 ഫംഗ്ഷനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3 എന്ന് പറയുന്ന ആൾ. അപ്പം 3 ലോക്കൽ മിനിമം വാല്യൂ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ അപ്സ് ഉണ്ടെങ്കിൽ അത് ലോക്കൽ മാക്സിമ തരുന്നു. എക്സ് ആക്സിസിലെ പോയിൻ്റാണ് ലോക്കൽ മാക്സിമ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ് ആണ് ലോക്കൽ മാക്സിമം വാല്യൂ. കുഴിവാണെങ്കിൽ എക്സ് ആക്സിസിലെ ആ പോയിൻ്റാണ്, എക്സ് കോർഡിനേറ്റ് ആണ് ലോക്കൽ മിനിമ. ആ വാല്യൂ ആണ് ലോക്കൽ മിനിമം വാല്യൂ. ഇത് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ലോക്കൽ മാക്സിമം വാല്യൂ 7 ആണ്. ലോക്കൽ മിനിമം അറ്റ് 1, ലോക്കൽ മിനിമം വാല്യൂ 3 ആണ്. ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ലോക്കൽ മാക്സിമം വാല്യൂ 7, അതിൻ്റെ ഇമേജ്. ലോക്കൽ മിനിമം അറ്റ് 1, ലോക്കൽ മിനിമം വാല്യൂ ഈസ് 3. അടുത്ത ക്വസ്റ്റ്യനോടെ നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഫംഗ്ഷൻ 2x³ മൈനസ് 6x² പ്ലസ് 3. ജിയോജിബ്ര വിൻഡോയിൽ താഴെ ഇൻപുട്ടിൻ്റെ അകത്ത് അത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. 2x³ മൈനസ് 6x² പ്ലസ് 3 ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ലോക്കൽ മാക്സിമം മിനിമം വാല്യൂസ് കിട്ടാനായിട്ട് ഈ ടേൺസിലുള്ള പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതിനിവിടെ പോയിൻ്റ് എടുത്തു, പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തു. ഈ പോയിൻറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, നെയിം ആൻഡ് വാല്യൂ. അപ്പോൾ അതിന് കോർഡിനേറ്റായി. ബിയിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ വിയിൽ ക്ലിക്ക് ചെയ്യുക, നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. അപ്പം അതിൻ്റെയും കോർഡിനേറ്റ്സ് ആയി. ഇനി ഇവിടെ അപ്പും ഇവിടെ ഡൗണും ആണുള്ളത്. അപ്പിൽ എക്സ് കോർഡിനേറ്റ് ആണ് ലോക്കൽ മാക്സിമം. ലോക്കൽ മാക്സിമം വാല്യൂ 3. ഇവിടെ മിനിമം ഡൗൺ ആണല്ലോ, അപ്പോൾ ഇവിടെ 2 ആണ് ലോക്കൽ മിനിമം, -5 ആണ് ലോക്കൽ മിനിമം വാല്യൂ. 2ൻ്റെ ഇമേജ് ആണ് -5, അതാണ് ലോക്കൽ മിനിമം വാല്യൂ. ഓക്കെ, ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ലോക്കൽ മാക്സിമം വാല്യൂ 3, ലോക്കൽ മിനിമം 2, ലോക്കൽ മിനിമം വാല്യൂ -5. മൂന്നാമത്തത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇത് അതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനും ഫംഗ്ഷൻ തന്നെയാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ വരയ്ക്കുക. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് ദ എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനുമായിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഫസ്റ്റ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. 2x³ + 9x² - 24x - 5. ഇവിടെ ഞാൻ പുതിയ പേജ് എടുക്കുന്നില്ല, അൺഡു ചെയ്യാണ്. ഇനി നിങ്ങൾ ചെയ്യുമ്പം എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും സാധനം ഇതിൽ ആഡ് ആവുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഡു ചെയ്താൽ മതി, അതവിടെ നിന്ന് പോയിക്കോളും. ഇപ്പോൾ ഇവിടെ ഞാൻ കംപ്ലീറ്റ് അൺഡു ചെയ്ത് പേജ് ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഹാങ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫയൽ ന്യൂ വിൻഡോ എടുത്തു. നമ്മുടെ ഫംഗ്ഷനിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. 2x³ + 9x² - 24x - 5. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് f' ഓഫ് എക്സ് ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ്. f' ഓഫ് എക്സ് വരയ്ക്കുക, അത് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. f' ഓഫ് എക്സ് വരയ്ക്കാനായിട്ട് താഴെ ഇൻപുട്ടിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഫംഗ്ഷൻ്റെ പേരെന്താണ്? എഫ് എന്നാണ് പേര്. അപ്പോൾ സ്മോൾ ലെറ്റർ എഫ് എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ f' ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് f' ഓഫ് എക്സും എക്സ് ആക്സിസുമായിട്ടുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എടുക്കണം. ഇവിടെ ഇൻ്റർസെക്റ്റ് ഉണ്ട്, ഇൻ്റർസെക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക, ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന പോയിൻറ്റും ബി എന്ന് പറയുന്ന പോയിൻറ്റും വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഗ്രാഫ് നോക്കി ഡയറക്റ്റ് ലോക്കൽ മാക്സിമ മിനിമ ലോക്കൽ മാക്സിമം വാല്യൂ ലോക്കൽ മിനിമം വാല്യൂസ് എഴുതുമായിരുന്നു. ഇവിടെ f' ഓഫ് എക്സ് വെച്ച് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് മിനിമ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അതിന് ഇവിടെ f' ഓഫ് എക്സ് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന പോയിൻറ്റ്സ് -4 0യും 1 0യും ആണ്. അത് നമുക്കിവിടെ വിസിബിൾ ആക്കി വെക്കാം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, ഇവിടെ നെയിം ആൻഡ് വാല്യൂ, ബിയിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും നെയിം ആൻഡ് വാല്യൂ. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ഇത് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആ പോയിൻ്റ് കുറച്ചുകൂടെ കാണാൻ പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് f' ഓഫ് എക്സ് വരച്ചിട്ട് പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ മിനിമ കണ്ടുപിടിക്കാം, ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസും കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇവിടെ നമുക്കറിയാം f' ഓഫ് എക്സ് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിലാണ് f' 0 ആവുന്നത്. f' 0 ആവുന്ന പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ -4ഉം 1ഉം. -4ലും 1ലുമാണ് സ്ലോപ്പ് 0 ആവുന്നത്. സ്ലോപ്പ് 0 ആവുന്നിടത്താണ് ടേണിംഗ് പോയിൻറ്റ്സ് വരുന്നത്. ഇനി ആ ടേണിംഗ് പോയിൻറ്റ്സിൻ്റെ നേച്ചർ നോക്കുമ്പം അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഗ്രാഫ് നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് മാറ്റുമ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫംഗ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പാണ്. ഓക്കെ, അപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയും f' എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റിലാണ് f' 0 ആവുന്നത്, ഈ പോയിൻറ്റിലാണ് f' 0 ആവുന്നത്. ഈ 2 പോയിൻറ്റ്സിലാണ് ഫംഗ്ഷൻ്റെ ടേൺസ് വന്നിരിക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഒരു അപ്പും
ഈ പോയിന്റിൽ ഫംഗ്ഷൻ ഒരു ഡൗണുമാണ് വന്നിരിക്കുന്നത്. ഗ്രീനാണ് നമ്മുടെ ഫംഗ്ഷനിൽ ഡൗണുമാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ അപ്പ് വരുന്ന എക്സ് വാല്യൂ ആണ് ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം പോയിന്റ്. ഡൗൺ വരുന്ന എക്സ് വാല്യൂ ആണ് ഫംഗ്ഷൻ്റെ ലോക്കൽ മിനിമം പോയിന്റ്. അവരുടെ ഇമേജസ് ആണ് റെസ്പെക്റ്റീവ് വാല്യൂസ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺട്രോൾ എം കൊടുത്തത് പഴയപടിയാക്കി. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ -4 ആയിരുന്നു നമ്മുടെ പോയിന്റ്. എക്സ് ആക്സിസിൽ -4ലാണ് ഫംഗ്ഷൻ കട്ടായത്. ഇനി ആ എഫ് ഡാഷ് അങ്ങ് ഹൈഡ് ചെയ്തേക്കാം. അപ്പം -4ഉം 1ലുമാണ് ഫംഗ്ഷൻ കട്ടായേക്കുന്നത്. ഇനി ഇതല്ല അതിൻ്റെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂസ്. നമ്മുടെ ഫംഗ്ഷനിലാണ് നമ്മൾ നോക്കേണ്ടത്. എഫ് ഡാഷിലല്ല അത് നോക്കേണ്ടത്, ഫംഗ്ഷനിലാണത് നോക്കേണ്ടത്. ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ടേൺ വന്നിരിക്കുന്ന ഈ പോയിൻ്റ്, ആ പോയിൻ്റ്, ഇവിടെ പോയിൻ്റ് എടുക്കുക, പോയിൻ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിങ്ങനെ കഴ്സർ മൂവ് ചെയ്യുമ്പോൾ കോർഡിനേറ്റ് കാണിക്കേണ്ടതാണ്. അപ്പോൾ കാണിക്കുന്നില്ല. നമ്മൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് ഇവിടെ നെയിം ആൻഡ് വാല്യൂ എടുക്കും. നമുക്കിവിടെ കിട്ടി. ക്ലോസ് ചെയ്തേക്കാം. അപ്പം ഈ അപ്പ് വന്നിരിക്കുന്നത്, ആ ടേൺ വന്നിരിക്കുന്നത് എക്സ് ആക്സിസിൽ -4 എന്ന് പറയുന്ന പോയിൻ്റാണ്. -4ൻ്റെ ഇമേജ് 107. അപ്പം പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് -4 ആണ്. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, വാല്യൂ എപ്പോഴും ഇമേജ് ആണ്. ലോക്കൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 107 ആണ്. അതുപോലെ ഫംഗ്ഷൻ്റെ ഡൗൺ വന്നിരിക്കുന്നത് ഇവിടെ എക്സ് ആക്സിസിൽ 1 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഫംഗ്ഷൻ്റെ ഇമേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ടേണിലെ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. പോയിന്റ് എടുക്കുക, പോയിന്റ് സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ്സ് കാണിക്കാനായിട്ട് ഇത് ഡീആക്ടിവേറ്റ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ആ ടൂൾ ആക്റ്റീവാണ്. പിന്നെയും പോയിന്റ്സ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നിടത്തെല്ലാം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക, നെയിം ആൻഡ് വാല്യൂ. ഇപ്പോൾ ഇവിടെ നെയിമും വാല്യൂവും വന്നു. ഇനി നമ്മൾ കണ്ടായിരുന്നു 1 എന്ന് പറയുന്ന എക്സ് ആക്സിസിലെ പോയിന്റിലാണ് ഫംഗ്ഷൻ മിനിമം അറ്റൈൻ ചെയ്യുന്നത്. പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് പറയുന്നത് 1 ആണ്. ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -18 ആണ്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുത്തു, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു, എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ പോയിൻറ്റ്സിലാണ് ഫംഗ്ഷൻ്റെ ടേൺസ് വരുന്നത്. അത് അപ്പാണോ ഡൗൺ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ആ അപ്പ് അല്ലെങ്കിൽ ഡൗണിലെ ആ പോയിൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ കോർഡിനേറ്റ്സ് ചെക്ക് ചെയ്തു. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് ലോക്കൽ മാക്സിമം. അപ്പാണെങ്കിൽ ലോക്കൽ മാക്സിമം പോയിൻറ്റ്, അതിൻ്റെ വൈ കോർഡിനേറ്റ് ആണ് ലോക്കൽ മാക്സിമം വാല്യൂ. ഇനി ഡൗൺ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ആണ് ലോക്കൽ മിനിമം പോയിൻറ്റ്, അതിൻ്റെ വൈ കോർഡിനേറ്റ് ആണ് ലോക്കൽ മിനിമം വാല്യൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സിമിലർ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പുതിയൊരു പേജ് എടുക്കാം. Draw the graph of the function f of x and find its absolute maximum and absolute minimum. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് മാക്സിമം മിനിമം ഉണ്ട്. ഒന്ന് ലോക്കൽ, പിന്നെ അബ്സല്യൂട്ട്. ലോക്കൽ എന്ന് പറയുന്നത് ആ ഒരു പോർഷനിലെ മാക്സിമം അല്ലെങ്കിൽ മിനിമം. ആ ടേൺസ് എന്ന് പറയുന്നതാണ് ആ ഒരു ഏരിയയിലെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്നത്. നമ്മൾക്കറിയാം 107 ആയിരുന്നു വൈ ആക്സിസിൽ
ഏറ്റവും ഹയസ്റ്റ് വന്നത്, ആ പീക്കിൽ വന്നത്. അതുപോലെ -18 ആയിരുന്നു അവിടെ ഏറ്റവും താഴെ വന്നത്. ആ ടേൺസിലാണ് ആ മാക്സിമം അല്ലെങ്കിൽ മിനിമം വന്നത്. ആ ടേൺസിൽ വരുന്ന മാക്സിമം അല്ലെങ്കിൽ മിനിമങ്ങളെ നമ്മൾ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്ന് പറയും. ഇത് എൻറ്റയർ ഫംഗ്ഷൻ്റെ അകത്ത് ഉള്ള മാക്സിമത്തിനെയാണ് അബ്സല്യൂട്ട് മാക്സിമം എന്നും എൻറ്റയർ ഫംഗ്ഷനിൽ വരുന്ന മിനിമത്തിനെയാണ് അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത്. മറ്റേത് ലോക്കലായിരുന്നു. ഇത് എൻറ്റയർ ഫംഗ്ഷൻ നോക്കിയിട്ട് അവിടെയുള്ള മാക്സിമമാണ് അബ്സല്യൂട്ട് മാക്സിമം, അവിടെയുള്ള മിനിമമാണ് അബ്സല്യൂട്ട് മിനിമം. അപ്പം ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഇൻ ദി ഇൻ്റർവെൽ -2 to 2 ആണ് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻ്റർവെൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ്റർവെൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഇൻപുട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2x³ - 3x² - 72x + 5 ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 to 2. ഇത് ഇൻപുട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇഫ് കമാൻഡ്. ക്യാപിറ്റൽ F. ഇഫ് ഇവിടെ കണ്ടീഷൻ ദെൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടീഷൻ്റെ അവിടെ നമ്മൾ \_ അടിച്ച് ഫംഗ്ഷൻ കൊടുക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ 2x³ - 3x² - 72x + 5. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഇൻ്റർവെല്ലിൽ ഇതാണ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ്റർവെൽ കൊടുത്തിട്ടാണ് ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു തിരുത്തുണ്ട്. ഇവിടെ ആദ്യം നമ്മൾ ഇൻ്റർവെൽ കൊടുക്കും. ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 to 2 ആണ്. അപ്പം -2 < x < 2 ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കോമ. ഇനി ഇവിടെ ഫംഗ്ഷൻ കൊടുക്കുക. 2x³ - 3x² - 72x + 5. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ വരും 2x³ - 3x² - 72x + 5 ഇൻ -2 < x < 2. അപ്പോൾ ഇവിടെ നമുക്കൊരു വര മാത്രമേ കാണുന്നുള്ളൂ. നമുക്കിതൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്യുമ്പോൾ ഓക്കെ, സൂം ഔട്ട് ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഇൻ്റർവെൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്താണെങ്കിലും ഫംഗ്ഷൻ ഇങ്ങനെ തീരുന്ന പോലെ ആയിരിക്കും. ഇതുവരെ നമ്മൾ കണ്ടിരുന്ന ഫംഗ്ഷൻസ് എല്ലാം ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും പോവുമായിരുന്നു. ഇപ്പോൾ യു ഷേപ്പ് ആണെങ്കിലും ഇങ്ങനത്തെ ഷേപ്സ് ഒക്കെ ആണെങ്കിലും ഇൻഫൈനൈറ്റ് ആയിട്ട് അങ്ങ് പോവുമായിരുന്നു. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവെൽ ഉള്ളത് കൊണ്ട് എന്താണെങ്കിലും അതിനൊരു സ്റ്റോപ്പ് കാണും. സ്റ്റോപ്പുണ്ട്. അപ്പം ഇവിടെ എക്സ് ആക്സിസിൽ -2 to നമുക്കറിയാം ഡൊമെയിനാണിത്. ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ ഇവിടെ -2 to എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത്രയും ഭാഗത്ത് വരുന്ന ഫംഗ്ഷൻ്റെ വാല്യൂസാണ് ഈ വാല്യൂസ് വരുന്നത് y ആക്സിസിലാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഇവിടെ നമ്മൾ ചെയ്തത്, നമ്മൾ തിയറി പഠിച്ചപ്പം അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യം ചെയ്തത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഡെറിവേറ്റീവ് ഫംഗ്ഷൻ 0 ആവുന്ന എക്സ് വാല്യൂസിലാണല്ലോ ഇൻ്റർവെൽസ് കട്ടാവുന്നത്, അവിടെയാണല്ലോ ടേൺസ് ഒക്കെ ഉള്ളത്. അപ്പം എക്സ് വാല്യൂസ് ആ f' 0 ആവുന്ന എക്സ് വാല്യൂസ് കണ്ടുപിടിച്ചു. അതായത് f' എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ആ പോയിൻറ്റ്സിലും പിന്നെ നമ്മുടെ ഇൻ്റർവെൽസിൻ്റെ എൻ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വിലകൾ കണ്ടുപിടിച്ചു. ആ വിലകളിൽ ഏറ്റവും മിനിമം ആരാണോ അതാണ് അബ്സല്യൂട്ട് മിനിമം, ഏറ്റവും മാക്സിമം ആരാണോ അതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഈ രീതിയിലായിരുന്നു നമ്മൾ തിയറി ചെയ്തത്. അതായത് ഫംഗ്ഷൻ
അതിൻ്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തു. ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0 ആവുന്ന എക്സ് വാല്യൂസ് കണ്ടുപിടിച്ചു. അവിടെയാണ് ടേൺസ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ആ ഡെറിവേറ്റീവ് 0 ആവുന്ന എക്സുകൾ അവിടെയും ഈ n പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വില നമ്മൾ ചെക്ക് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ആണ് അബ്സല്യൂട്ട് മിനിമം, ഏറ്റവും വലിയ വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നത്. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആദ്യം നോക്കും. ഡെറിവേറ്റീവ് എടുക്കുക. ഫംഗ്ഷൻ്റെ പേര് എഫ് എന്നാണ്. ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു, എൻ്റർ ചെയ്തു. ഫംഗ്ഷൻ നമുക്കിങ്ങനെ കിട്ടി. ഇനിയും ഇവിടെ ഫംഗ്ഷൻ കാണാനായിട്ടില്ല, നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇനി ഇത് കാണുവാണെങ്കിൽ നമുക്കറിയാം എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നില്ല. എഫ് ഡാഷ് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിലാണ് നമ്മുടെ ഫംഗ്ഷന് ടേൺസ് ഉള്ളത്. നമുക്ക് ഫംഗ്ഷൻ്റെ അകത്ത് ടേൺസ് ഇല്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ എഫ് ഡാഷിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല. ഇപ്പം എഫ് ഡാഷ് 0 ആവുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ഈ n പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. അതിനിവിടെ എഫ് ബ്രാക്കറ്റിൽ -2, എഫ് ഡാഷിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, അതങ്ങ് ഹൈഡ് ചെയ്തേക്കാം. എഫ് ബ്രാക്കറ്റിൽ -2 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. അതുപോലെ എഫ് ബ്രാക്കറ്റിൽ 2 എന്ന് കൊടുക്കാം, അപ്പോൾ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. ഇനി ഫംഗ്ഷൻ മിനിമം വരുന്നത് 121ലും മാക്സിമം വരുന്നത് 121ലും മിനിമം വരുന്നത് ഇത് ഉള്ളതിൽ ഏറ്റവും ചെറുതാണ് അബ്സല്യൂട്ട് മിനിമം, ഏറ്റവും വലുതാണ് അബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ -135 ആണ് അബ്സല്യൂട്ട് മിനിമം, 121 ആണ് അബ്സല്യൂട്ട് മാക്സിമം. നമുക്കിതൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് ആണ് എന്നുള്ള കാര്യം. സൂം ഔട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഫംഗ്ഷൻ വന്നിരിക്കുന്നത് -135 -135 ഈ ഒരു ഭാഗത്തായിട്ട് കിടക്കും. അവിടെയാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വന്നിരിക്കുന്നത് ഈ ഇൻ്റർവെല്ലിൽ -2 to 2ൽ. പിന്നെ മാക്സിമം വന്നിരിക്കുന്നത് 121ലാണ്. അപ്പോൾ ഇവിടെയാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും മാക്സിമം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഇൻപുട്ട് ചെയ്തു, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻപുട്ട് ചെയ്തു, എഫ് ഡാഷ് ഓഫ് എക്സ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, എക്സ് കോർഡിനേറ്റ്സ് നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ എടുക്കുക. അവരിലും n പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വില കണ്ടുപിടിക്കുക. ഇപ്പം ഇവിടെ എക്സ് ആക്സിസിൽ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് ആ പോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ആൻസർ കിട്ടും. എഫിൽ വേറൊരു പോയിൻ്റ് എഫ് ഡാഷിൽ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ആ പോയിൻറ്റിൽ എഫിൻ്റെ വില കണ്ടുപിടിക്കുക. കൂടാതെ n പോയിൻറ്റ്സിൽ എഫിൻ്റെ വില കണ്ടുപിടിക്കുക. ഈ വാല്യൂസ് എല്ലാം നോക്കിയിട്ട് അവിടുത്തെ ഏറ്റവും മിനിമം ആളാരാണോ അതാണ് അബ്സല്യൂട്ട് മിനിമം, അവിടുത്തെ ഏറ്റവും മാക്സിമം ആളാരാണോ അതാണ് അബ്സല്യൂട്ട് മാക്സിമം. നമുക്കൊരു ക്വസ്റ്റ്യനോട് ചെയ്ത് നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അടുത്ത ക്വസ്റ്റ്യന് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ ആൻസർ absolute maximum value 121 and absolute minimum value -135. അടുത്ത ക്വസ്റ്റ്യൻ x³ -3x² -9x + 11 in -13. ഇവിടെ താഴെ ഇൻപുട്ടിൽ നമുക്ക് ആ ഫംഗ്ഷനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇഫ് കമാൻഡ് യൂസ് ചെയ്യാം. ഇഫ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 3 ആണ്. അപ്പോൾ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ദെന്ന് ഫംഗ്ഷൻ വരുന്നത് x³ -3x² -9x + 11. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ.
ഇതും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ എൻഡ് ഇൻ്റർവെൽ ഉള്ളതുകൊണ്ട് അതിനെന്താണേലും ഒരു എൻഡ് കാണും. നമ്മൾ സൂം ഔട്ട് ചെയ്ത് നോക്കുക. സൂം ഔട്ട് ചെയ്യുമ്പം ഇതാണ് നമ്മുടെ ഫങ്ഷൻ. ഇനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവിലേക്കൊന്നും പോകണ്ട. ടേൺസ് ഉണ്ട് നമ്മുടെ ഫങ്ഷൻ്റെ അകത്ത്. ടേൺസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തിയറിയിലെ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫങ്ഷൻ്റെ പടം എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ടോ ആ പടങ്ങളിൽ ഏറ്റവും മാക്സിമം വൈ ആക്സിസിലേക്ക് നമ്മൾ നോക്കുമ്പം വൈ ആക്സിസിലേക്ക് നമ്മളിങ്ങനെ വരകൾ വരച്ചാൽ വൈ ആക്സിസിൽ ഏത് പോയിൻറ്റിലാണ് ഫങ്ഷനിൽ ഗ്രാഫ് ടച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ലൈൻ ചെരിച്ച് വരയ്ക്കുകയാണെങ്കിൽ അത് ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ലൈൻസ് വരയ്ക്കുമ്പോൾ വൈ ആക്സിസിൽ ഏത് പോയിൻറ്റിലാണ്, ഇപ്പോൾ ഇതെല്ലാം വൈ ആക്സിസിലെ പോയിൻറ്റ്സ് ആണ്, ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ തൊട്ട് ഇവിടെ വരെ. അത്രയുമുള്ള ആൾക്കാരിൽ വൈ ആക്സിസിൽ ഏറ്റവും മാക്സിമം കിടക്കുന്നത് ആരാണോ ആ വൈ ആക്സിസിൻ്റെ വിലയായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. ആ വിലയായിരിക്കും അബ്സല്യൂട്ട് മിനിമം വാല്യൂ. ഇനി ഫംഗ്ഷൻ്റെ അടുത്ത് ടേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ രീതിയിലൂടെ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനായിട്ടും പറ്റും. ഇതുപോലെ ചെയ്താൽ മതി. നമ്മളിങ്ങനെ ചെരിച്ച് ലൈൻസ് വരച്ച് നോക്കുക. ചെരിച്ച് ലൈൻസ് വരച്ച് നോക്കുമ്പം ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന വൈ ആക്സിസിലെ പോയിൻറ്റ്സ് ആരൊക്കെയാണ് എന്ന് നോക്കുക. ആ പോയിൻറ്റ്സിൽ ഏറ്റവും മാക്സിമം വരുന്നതാണ് അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും മിനിമം വരുന്നതാണ് അബ്സല്യൂട്ട് മിനിമം. ഇനി അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഒക്കെ കണ്ടുപിടിച്ച് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന എക്സ് വാല്യൂസ്, അതായത് എഫ് ഡാഷ് കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പോയിൻറ്റ്സിലും എൻ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ടേൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നോക്കുകയാണെങ്കിൽ അറിയാം ഈ പോയിൻറ്റ് ഏതാണോ ആ പോയിൻറ്റിലാണ് അബ്സല്യൂട്ട് മാക്സിമം വരുന്നത്, ഈ പോയിൻറ്റ് ഏതാണോ അവിടെയാണ് അബ്സല്യൂട്ട് മിനിമം വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കുക. സൂം ഇൻ ചെയ്ത് നോക്കുമ്പോൾ സൂം ഇൻ ചെയ്ത് നോക്കുമ്പോൾ സൂം ഔട്ട് ചെയ്ത് നോക്കുക. സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ -16 ഏറ്റവും മിനിമം വാല്യൂ വന്നിരിക്കുന്നത്. അതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ 16 മാക്സിമം വന്നിരിക്കുന്നത്. 15 എല്ലാം ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസാണ്. മാക്സിമം വന്നിരിക്കുന്നത് 16 പിന്നെ നമുക്ക് ഇവിടെ നോക്കാം, എൻ പോയിൻറ്റ്സിലൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഗ്രാഫ് ഇപ്പോൾ നമുക്കിങ്ങനെ സൂമിനും സൂം ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ പോയിൻറ്റ്സിൽ നോക്കാം. എഫ് ഓഫ് -1, എഫ് ഓഫ് 3 രണ്ട് വാല്യൂസ് നോക്കി. അവിടെ ഇതിനകത്ത് മിനിമം -16 മാക്സിമം 16 ഇതാണ് മിനിമം മാക്സിമം. അപ്പോൾ ഫംഗ്ഷൻ ഉള്ളതിൽ വെച്ച് ഏറ്റവും മിനിമം വാല്യൂ, ഫംഗ്ഷൻ എടുക്കുന്ന മിനിമം വാല്യൂ, ഫംഗ്ഷൻ എടുക്കുന്ന മാക്സിമം വാല്യൂ, അതാണ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം. മറ്റേത് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. അബ്സല്യൂട്ട് മാക്സിമം 16, അബ്സല്യൂട്ട് മിനിമം -16. മൂന്നാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ ലാബ് മാനുവലുള്ളൊരു ക്വസ്റ്റ്യൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ടേൺസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ടേൺസ് ഉള്ള ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഇവിടെ ഇൻപുട്ടിൻ്റെ അകത്ത് ഇവിടെ ഇൻപുട്ടിൻ്റെ അകത്ത് ഇഫ് കമാൻഡ് കൊടുക്കുക. ഇഫ് കണ്ടീഷൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, കോമ ഫങ്ഷൻ വരുന്നത് 2x
ക്യൂബ് മൈനസ് 15x സ്ക്വയർ പ്ലസ് 36x പ്ലസ് 1. ഇതാണ് ഫങ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്യുമ്പം നമുക്ക് അങ്ങ് മുകളിലൊരു ഗ്രാഫുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ എൻറ്റയർ പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കാം. ടേൺസൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ചെറിയ 2 ടേൺസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഗ്രാഫ് മൊത്തത്തിൽ കാണുമ്പോൾ അറിയാം. നമ്മൾ വൈ ആക്സിസിൽ ഇതുപോലെ ചെരിച്ചുള്ള ലൈൻസ് നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും ചെറിയ വൈ ആക്സിസിലെ പോയിൻ്റ് എന്ന് പറയുന്നത് 20-നും 30-നും ഇടയ്ക്കുള്ള ഈ ഇങ്ങനെ നമ്മൾ വരച്ചാൽ വൈ ആക്സിസിൽ ഇവിടെ കിടക്കുന്ന ഈ പോയിൻ്റാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ. ഇവിടെ കിടക്കുന്ന പോയിൻ്റാണ് ഫംഗ്ഷൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ ഫംഗ്ഷൻ്റെ എൻ പോയിൻറ്റ്സ് വരുന്നത് എപ്പോഴും ഇൻ്റർവെൽസിൻ്റെ എൻ പോയിൻറ്റ്സിലാണ്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 0യുടെ അടുത്ത് ഇപ്പോൾ 1-ലാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് തുടങ്ങി അതൊരു 5 വരെയാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ 1-ൽ ഫംഗ്ഷൻ്റെ ഇമേജാണ് ഇത്, 5-ൽ ഫംഗ്ഷൻ്റെ ഇമേജാണ് ഇത്. അപ്പോൾ ഈ എൻ പോയിൻറ്റ്സ് കിട്ടാനായിട്ട് ഒന്നെങ്കിൽ f(1) f(5) കണ്ടുപിടിക്കാം. നമുക്ക് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. f(1) കണ്ടുപിടിക്കുമ്പോൾ നമുക്കിങ്ങനെ ആൻസർ കിട്ടും. f(5) കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. അപ്പോൾ 24-ഉം 56-ഉം ആണ്. ഇപ്പോൾ 24 കണ്ടോ, 20യുടെ തൊട്ട് മുകളിലായിട്ട് വരും. ഇത് 24 ആണ്. പിന്നെ ഇവിടെ വരുമ്പോൾ 56 ആണ്. അപ്പോൾ 24 ആണ് അബ്സല്യൂട്ട് മിനിമം, ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഇനി ഇങ്ങനെ ചെയ്യാതെ നമുക്ക് ഗ്രാഫിൽ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് സൂം ഇൻ ചെയ്ത് നോക്കാം. സൂം ഇൻ ചെയ്യുമ്പോൾ കണ്ടോ 24-ലാണ് കറക്റ്റ് അതിൻ്റെ മിനിമം വന്നിരിക്കുന്നത്. ഇനി അത് ഗ്രാഫിന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ 56-ലാണ് അതിൻ്റെ മാക്സിമം വന്നിരിക്കുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് മിനിമം 24, അബ്സല്യൂട്ട് മാക്സിമം 56. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമിന് 2024-ൽ ചോദിച്ചിരുന്നതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതാണ് ഫംഗ്ഷൻ. -1 3 ഇൻ്റർവെല്ലിൽ 2x³ - 5x² - 2x + 4. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇപ്പോൾ നമുക്ക് സൂം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കാണുമ്പോഴേ അറിയാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ട ടേൺസ് ഒക്കെ ഉണ്ട്, അതുപോലെ എൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ -1 മുതൽ 3 വരെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം -1-ലാണ് ഒരു എൻഡ് വന്നിരിക്കുന്നത്. അതുപോലെ 3 വരെ ഫംഗ്ഷൻ്റെ ഇമേജസ് വന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 4-ലോ 5-ലോ ഒന്നും ഫംഗ്ഷൻ്റെ ഇമേജസ് വന്നിട്ടില്ല. അപ്പോൾ -1 മുതൽ 3 വരെയാണ് ഇതിൻ്റെ ഡൊമെയിൻ വന്നിരിക്കുന്നത്. റേഞ്ച് വന്നിരിക്കുന്നത് -4 മുതൽ 7 വരെയാണ്. അപ്പം അതൊന്നും ഇപ്പം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കണക്കിലെല്ലാം എൻ പോയിൻറ്റ്സിലായിരുന്നു അബ്സല്യൂട്ട് മാക്സിമങ്ങൾ അല്ലെങ്കിൽ മിനിമങ്ങൾ വന്നിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാനിങ്ങനെ ചെരിച്ചൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ -1-ൽ ഫംഗ്ഷൻ വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. എൻ പോയിൻ്റ് -1 ഇവിടുത്തെ എൻ പോയിൻ്റ് തീരുന്നത് 7-ൽ ഫംഗ്ഷൻ വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇനി ടേൺസ് നോക്കിയാൽ ടേൺസിൽ 4-ൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്. പിന്നെ ഇവിടെ കണ്ട ടേണിൽ -4 വന്നു. അതായത് ഈ ഡെപ്തിൽ കിടക്കുന്ന ഈ ടേണിലാണ് ഫംഗ്ഷൻ ഏറ്റവും മിനിമം അറ്റൈൻ ചെയ്തിരിക്കുന്നത്. പടത്തിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്, ഡെപ്തിലാണ് ഏറ്റവും മിനിമം അറ്റൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വൈയിലെ വാല്യൂ എന്താണോ അതാണ് അബ്സല്യൂട്ട് മിനിമം.
ഇനി ഫംഗ്ഷൻ ഏറ്റവും മാക്സിമം അറ്റൈൻ ചെയ്തിരിക്കുന്നത് അത് ക്ലിയർ ആണ്, 7-ലാണ്. അതായത് നമ്മളിങ്ങനെ ചെരിച്ച് ലൈൻസ് വരയ്ക്കുമ്പോൾ വൈ ആക്സിസ് ഗ്രാഫ് കവർ ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് നോക്കുക. അതിനകത്ത് മിനിമം വരുന്നതാണ് അബ്സല്യൂട്ട് മിനിമം, അതിനകത്ത് മാക്സിമം വരുന്നതാണ് അബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ ഇവിടെ നമുക്ക് ലാബ് മാനുവലിൽ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ആ പ്രൊസീജിയറിൽ പറയുന്നത് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എൻ പോയിൻറ്റ്സിലും ടേൺസിലുമാണ്. അപ്പം എൻ പോയിൻറ്റ്സിലും ടേൺസിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ബാക്കി ഒരിടത്തും ചെക്ക് ചെയ്യേണ്ട എന്നാണ് ലാബ് മാനുവലിൽ പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ എൻ പോയിൻറ്റ്സിലും ടേൺസിലും നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കിയിട്ട് അതിനകത്ത് അബ്സല്യൂട്ട് മാക്സിമം ആര് അബ്സല്യൂട്ട് മിനിമം ആര് എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ്. അല്ലാതെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ f' ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കുകയാണ്. ഞാനിപ്പം ലാബ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തു, ഫംഗ്ഷൻ്റെ പേര് f' കിട്ടി. ഇനിയും f' എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലാണ് ഫംഗ്ഷന് ടേൺസ് വരുന്നത്. അത് ഈ പോയിൻറ്റുമാണ് എന്ന് നമുക്കറിയാം. അപ്പം അബ്സല്യൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കുമ്പം ടേൺസ് നോക്കുക, എൻ പോയിൻറ്റ്സ് നോക്കുക. ഇനിയും ഇവിടെ f' എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് എക്സ് ആക്സിസിൽ ക്ലിക്ക് ചെയ്യുക, f' ക്ലിക്ക് ചെയ്യാം. നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. ഇനി എയിൽ കഴ്സർ വെക്കുമ്പം എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടേണ്ടതാണ്, കിട്ടിയില്ല. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കും, നെയിം ആൻഡ് വാല്യൂ. ബിയിൽ ക്ലിക്ക് ചെയ്യുക, നെയിം ആൻഡ് വാല്യൂ, ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഈ പോയിൻറ്റിനെ കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ f' 0 ആവുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് -0.18 1.85 ആണ്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സിലാണ് നമുക്ക് ഇതായിരുന്നു നമ്മുടെ എക്സ് ആക്സിസിൽ വരുന്ന f' കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് -0.18 1.85. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 2 പോയിൻറ്റ്സിലും f' എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന ആ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് അവിടെയാണല്ലോ ഫംഗ്ഷൻ ഇൻ്റർവെൽ ആയിട്ട് തിരിയുന്നത്. ആ എക്സ് കോർഡിനേറ്റ്സിലും ഫംഗ്ഷൻ്റെ എൻ പോയിൻറ്റ്സിലും, ഇനിയിപ്പോൾ നമുക്ക് f' ഒന്നും ഉപയോഗമില്ല, ഫംഗ്ഷൻ്റെ എൻ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് നമ്മൾ തിയറിയിൽ ചെയ്യുന്നത്. അപ്പം f(-0.18) -0.18 കണ്ടുപിടിച്ചു. f(1.85) അത് കണ്ടുപിടിച്ചു. ഇനിയും എൻ പോയിൻറ്റ്സിൽ -1ലും 3ലും ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. f(-1) f(3) ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ ഏറ്റവും മിനിമം വരുന്നത് ആരാണോ -4.15 ആണ് ഏറ്റവും മിനിമം, ഇതാണ് അബ്സല്യൂട്ട് മിനിമം. ഇവിടെ മാക്സിമം വരുന്നത് 7 ആണ്, ഇതാണ് അബ്സല്യൂട്ട് മാക്സിമം. ഇതാണ് കറക്റ്റ് പ്രൊസീജിയർ. അല്ലാതെ നമുക്ക് ഗ്രാഫ് നോക്കുമ്പോഴേ ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരുന്നു. അബ്സല്യൂട്ട് മിനിമം വന്നതാരാ -4.15 ആണ്, അതുപോലെ മാക്സിമം വരുന്നത് 7 ആണ്. അതായത് വൈ ആക്സിസിൽ നമ്മളിങ്ങനെ ലൈൻസ് വരച്ചാൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന ആൾക്കാരിൽ ഏറ്റവും മിനിമം വരുന്നത് ആരാണോ അതാണ് അബ്സല്യൂട്ട് മിനിമം, ഏറ്റവും മാക്സിമം വരുന്നത് ആരാണോ അതാണ് അബ്സല്യൂട്ട് മാക്സിമം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതുപോലെ f' വരയ്ക്കുക, എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, ആ പോയിൻറ്റ്സിലും എൻ പോയിൻറ്റ്സിലും ഫംഗ്ഷൻ്റെ വിലകൾ കണ്ടുപിടിക്കുക. അതിനകത്ത് ഏറ്റവും മിനിമം ആണ് അബ്സല്യൂട്ട് മിനിമം, ഏറ്റവും മാക്സിമം ആണ് അബ്സല്യൂട്ട് മാക്സിമം.